ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ പരിശുദ്ധ അൾത്താരയിൽ കുടുംബമായിട്ട് ഞങ്ങൾക്ക് വന്നിക്കുവാൻ പരിശുദ്ധ അമ്മയും ദൈവകുമാരനും ദൈവപിതാവും ഒരുക്കി തന്ന വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജിജി, എൻ്റെ ഹസ്ബൻഡ് ജിജോ, ഞങ്ങളുടെ കുഞ്ഞ് ഡോറിയ മറിയം ജിജോ. ഞങ്ങൾക്ക് 12 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. IVF, ഫ്രഷ് എഗ് ട്രാൻസ്ഫർ, ഫ്രോസൺ എഗ് ട്രാൻസ്ഫർ, IUI ഒക്കെ ചെയ്തതാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത്, ഞാൻ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്, അവളൊരു ഹിന്ദുവാണ്. അവൾ എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ നാളെ കൃപാസനത്തിൽ പോകുന്നുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ യൂട്യൂബുകളിലൂടെ ഒക്കെ ഇത് സെർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ധ്യാനമൊക്കെ യൂട്യൂബുകളിൽ കൂടെ കേൾക്കാൻ തുടങ്ങി. ഒരു ദിവസം 3, 4 ധ്യാനമൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു. ആ ഇരിക്കുന്നിടത്ത് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഡോക്ടറിനെ കാണാൻ വന്നു. ഞാൻ ശരിക്കും വന്നത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടി വന്നതാണ്. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു 2 മാസം കണ്ടിന്യൂസ് മെഡിസിൻ എടുക്കണം. അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഇത് കോൺട്രാസെപ്റ്റീവ് മെഡിസിനാണ്, ട്രൈ ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്താണ്, എൻ്റെ മാതാവിന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ഡോക്ടറിനോട്, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെർമിഷൻ പോലും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, എനിക്ക് മെഡിസിൻസ് വേണ്ട, ഞാൻ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ കൃപാസനത്തിൽ ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വരണമെന്ന്. അപ്പം ഞാൻ ജിജോച്ചാനോട് പറഞ്ഞപ്പോൾ ജിജോച്ചാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, നിനക്ക് വേണമെങ്കിൽ തന്നെ പൊക്കോ, ഇനി ഞാൻ ഒരു പള്ളിയിലും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി ഞാൻ കിടന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, നിനക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ, ഞാൻ ഇനി സംസാരിക്കത്തില്ല, നീ സംസാരിക്കണം, നീ പറയണം, എന്നെ നാളെ ഇവിടെ കൊണ്ടുവരാൻ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ എന്നോട് ജിജോച്ചാൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാനും ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും കുഞ്ഞും കൂടെ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന് വാതിക്ക വന്നപ്പം ഇവിടെ ചെരുപ്പ് ഊരണമല്ലോ. അപ്പം ഞാൻ ജിജോച്ചാ ചെരുപ്പ് ഊരാം. അപ്പോൾ ജിജോച്ചാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റത്തില്ല ചെരുപ്പ് ഊരാൻ, എൻ്റെ കാലയിൽ മണ്ണും പൊടിയാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാനത് കഴുകി തുടച്ച് തരാം. നമ്മൾ ഒരുപാട് ആശുപത്രികളിൽ കാലിൽ മണ്ണും പൊടിയായിട്ട് നടന്നിട്ടുണ്ട്. കാരണം ഞാൻ UK ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത്. ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ UK ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ചെന്നൈയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ദുബായിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും സക്സസ് ആയിട്ടില്ല. അങ്ങനെ ഇവിടെ വന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കയറി വന്നു. ഇവിടെ ഇരിക്കുന്ന 13ാമത്തെ കൗണ്ടറിലെ മാതാവിൻ്റെ അടുത്താണ് എൻ്റെ ഹസ്ബൻഡ് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനിവിടെ ഒരു ചേച്ചിയെ കണ്ടു. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, ഞാനിങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ചേച്ചി എനിക്ക് ഇച്ചിരി തൈലം തരാമോ? കാരണം ഞാൻ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, തൈലം വയറ്റിൽ പോയിട്ട് പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങളായ സാക്ഷ്യങ്ങളൊക്കെ. അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞു, മോളെ, അത് എനിക്ക് തരാൻ പറ്റത്തില്ല. എൻ്റെ ഇങ്ങനെ പറഞ്ഞു, മുത്തേ, നീ ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം എടുക്ക്, 3 മാസത്തിനുള്ളിൽ മാതാവ് നിനക്ക് അത്ഭുതം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി കരഞ്ഞു, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു പോയി. നവംബർ 7-ാം തീയതി ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. നവംബർ 8-ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ വന്ന് 5 മണിയായപ്പോഴത്തേക്ക് ഇവിടെ കൗണ്ടറിൽ വന്നു, ടോക്കൺ എടുത്തു, ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി. ഇടയ്ക്കൊക്കെ ഇവിടെ വരുമായിരുന്നു. അതുപോലെ ഒരു ദിവസം വ്യാഴാഴ്ച ദിവസം ഞാനിവിടെ വന്നു. അന്ന് സാധാരണ നമ്മുടെ ജോസഫ് അച്ഛൻ ഉണ്ടാകുന്ന ദിവസമല്ല. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അവിടെ ക്യൂവിൽ നിൽക്കുക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വെഞ്ചരിച്ച വെള്ളം തളിക്കുന്നുണ്ട് ഒരച്ഛൻ ആ കൗണ്ടറിൽ ഇരുന്ന്. അപ്പം ഞങ്ങളും ആ ക്യൂവിൽ നിന്നു. അപ്പം പെട്ടെന്ന് ജോസഫ് അച്ഛൻ എൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോയി. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈ പള്ളിക്കകത്ത് വന്നിരുന്നപ്പം മാതാവിനോട് നോക്കി ഞാൻ സംസാരിക്കും. അപ്പം മാതാവിനോട് പറയുക, ഞാൻ നേരിൽ പ്രത്യക്ഷപ്പെട്ട മകൻ നിൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോയില്ലേ, നീ എന്തിനാ വിശ്വസിക്കാതെ ഭാരപ്പെടുന്നേ, ധൈര്യമായിട്ടിരിക്കാൻ. ഞാനങ്ങനെ ധൈര്യത്തോടെ വീട്ടിൽ പോയി. ഞാൻ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മേടിക്കാൻ ചെല്ലുമ്പോൾ ആ ഒരൊറ്റ രൂപമേ ഉള്ളൂ ആ കടയിലിരിക്കുന്നത്. അത് ഞാൻ മേടിച്ചു. അതിൻ്റെ അടിയിൽ ഞാൻ ലെറ്റർ എഴുതി വെച്ചു, അമ്മേ മാതാവേ, എൻ്റെ ഈ ബർത്ത്ഡേക്ക് നീ എനിക്ക് സമ്മാനമായിട്ടൊരു കുഞ്ഞിനെ തരണം. ഈ നീണ്ട 12 വർഷക്കാലം ഞാൻ ഒരുപാട് ആശുപത്രികളിൽ പോയി, ഇനി എനിക്ക് പറ്റത്തില്ല. ഈ ലോകത്തിൽ എന്നെ ഒരു സ്ത്രീയായി നീ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അമ്മയാവാൻ പറ്റണമെന്നുള്ള വാശിയോടെ ഞാനൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ ലെറ്റർ നീ നിൻ്റെ തിരുക്കുമാരനും അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. നവംബറിൽ ഞാൻ ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവായിരുന്നു. ഡിസംബറിലാണ് എൻ്റെ ബർത്ത്ഡേ. ഞാൻ 19-ാം തീയതി ചെക്ക് ചെയ്തപ്പം പോസിറ്റീവായിട്ട് കണ്ടു. എനിക്കതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഡൈനിങ് റൂമിലിരിക്കുക. ഞാൻ ഓടി വന്ന് പ്രാർത്ഥിച്ചപ്പോഴേ ഹസ്ബൻഡ് മനസ്സിലായി ഞാൻ എന്തിനാണ് ഓടി വരുന്നതെന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തോട്ട് ഓടിപ്പോയി. ഞാൻ പറഞ്ഞു, ജിജോച്ച ഒന്ന് വരാൻ പറഞ്ഞു. ഹസ്ബൻഡ് ഓടി വന്നു. ഞാനിത് കാണിച്ചു. കാരണം എൻ്റെ ഒരു ഇതായിരുന്നു, ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് ഇത് പറയത്തുള്ളൂ എന്ന്. അപ്പം ഞാൻ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഇത് കാണിച്ചു. ഞാൻ പറഞ്ഞു, ജിജോച്ച ദേ. അപ്പം ജിജോച്ചാൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞാൻ സത്യത്തിൽ വളരെ പ്രഗ്നൻ്റ് ആയ കാരണം എനിക്ക് അധികം പ്രാവശ്യം ഇവിടെ വരാൻ പറ്റിയില്ല.
പക്ഷേ ജിജോ അച്ഛൻ ആഴ്ചയിൽ പറ്റുന്നിടത്തോളം സമയം അത്രയും ഡ്രൈവ് ചെയ്ത്, ഞങ്ങൾ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. എനിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പം എറണാകുളത്തുനിന്ന് ഇവിടെ വരെ വരും, പ്രാർത്ഥിക്കും, എന്നെ വാട്സപ്പിൽ വിളിച്ച് എന്നെ മാതാവിനെ കാണിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം തന്നൊരു കുഞ്ഞാണിത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഞാൻ അന്ന് ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ വെച്ചു. അതെല്ലാം എനിക്ക് മാതാവ് നടത്തി തന്നു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തപ്പോൾ വെച്ച കാര്യങ്ങളും എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നു. ഞാൻ മറന്നുപോയ കാര്യങ്ങൾ പോലും എനിക്ക് ലഭിക്കുന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നത്, ഞാനിത് ഉടമ്പടിയിൽ വെച്ച കാര്യമാണല്ലോ എന്ന്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ മർത്തോമക്കാരാണ്. ഞങ്ങൾ പാട്ട് പാടി പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ചിട്ടായിരുന്നു രാവിലെയും വൈകിട്ട് ഉറങ്ങുന്നത്. ഞങ്ങളൊരു 5 വർഷം വരെ ഞങ്ങൾ ഓക്കെ ആവും എന്നുള്ള പ്രത്യാശയിൽ പോയി. 5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ അങ്ങ് മടുത്തു. കാരണം നമ്മൾ പള്ളിയിൽ ചെന്നാലും എവിടെ ചെന്നാലും സമൂഹത്തിന് മുമ്പിൽ ചോദ്യമാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ നടക്കുന്നത്, നിങ്ങൾക്ക് ആരെയും കാണിക്കാൻ. പക്ഷേ ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മാത്രമേ ദൈവത്തിനും അറിയത്തുള്ളായിരുന്നു. ദൈവം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് തന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പഴയതിനേക്കാളും കൂടുതൽ എൻ്റെ ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് വിശ്വസിക്കുവാൻ ഇപ്പോൾ കുർബാന കാണാൻ കൊള്ളുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. കാരണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തുവാൻ മതിയാവനാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദൈവം ഞങ്ങൾക്ക് തന്നതൊക്കെ ഈ മറ്റുള്ളവർക്കും കൂടെ പങ്കിട്ട് കൊടുക്കുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. ഞങ്ങളൊരു കുഞ്ഞിനെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഫൈനാൻഷ്യലി ഞങ്ങളോട് ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്നവരൊക്കെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. എന്നിട്ട് ഞാൻ അഡ്രസ്സ് മേടിച്ച് ഞാൻ അവർക്കെല്ലാം അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം കൊണ്ടു കൊടുക്കാൻ പറ്റാത്തവർക്ക്. അതുപോലെ ലോക്കറ്റ്, സോൾട്ട്, ഹണി ഇതൊക്കെ ഞങ്ങൾ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ പ്രഗ്നൻസിയിൽ എനിക്ക് BP കൂടുതലായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാൻ ഒരു മരുന്നും കഴിക്കാൻ ദൈവം എന്നെ സമ്മതിച്ചില്ല. ഞാൻ വിശുദ്ധ ഉപ്പ് കഴിച്ചാണ് എൻ്റെ ബ്ലഡ് പ്രഷർ കുറഞ്ഞത്. അത് വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ ഒരു ദിവസം ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ നവംബറിലാണ് ഉടമ്പടി എടുത്തത്. 1 മാസത്തിനുള്ളിൽ ഞാൻ പ്രഗ്നൻ്റായി. അച്ഛൻ പറയാറുണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ഉടമ്പടി നമ്മൾ പാലിച്ചാൽ ഉടനടി അനുഗ്രഹമാണ്. അതാണ് എനിക്ക് ലഭിച്ചത്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ വിശ്വസിച്ചോ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ മതിയാവനാ. നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതെല്ലാം ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പച്ചത്തിരി അതൊരു റോസാപ്പൂവായിട്ട് വിരിയുവാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പിച്ചു, ഞാൻ ഈ പ്രാവശ്യം ദൈവം എനിക്ക് കുഞ്ഞിനെ തരും. ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അതുപോലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഇങ്ങനെ ഒത്തിരി പേര് ക്യൂ നിൽപ്പുണ്ട്. ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളായിട്ട് നിൽക്കുന്നവരുടെ ഒരു ക്യൂവാണ്. അപ്പം നമ്മുടെ ജോസഫ് അച്ഛൻ അതിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത്. ഞാൻ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്നെ പേര് വിളിച്ചു, ജിജി മോളെ നീ ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ ദൈവം നിനക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു പറഞ്ഞു. അതെല്ലാം ഞാൻ ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് തന്ന കുഞ്ഞാണത്. ഞാൻ എൻ്റെ വയറ്റിലെന്നും ഇവിടുന്ന് പോയി ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് എൻ്റെ വയറ്റിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നിടം വരെ എൻ്റെ വയറ്റിൽ ഈ തൈലം കുരിശിട്ട് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ. ഞാൻ പറയുമായിരുന്നു, എനിക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ പേരിടുമെന്ന്. അങ്ങനെ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ തന്നു, ഒരു കുഴപ്പമില്ലാതെ. അവൾക്ക് ഞാൻ ഡോറിയ മറിയം ജിജോ എന്നിട്ടു പേര്. ഡോറിയ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനമെന്നാണ്. അമ്മ മാതാവിൻ്റെ പേരും ഞാൻ അവൾക്ക് ചേർത്തിട്ടു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം നടത്തി തന്നു. ഞാൻ അലാം വെക്കുമായിരുന്നു ഉടമ്പടി എടുത്ത സമയത്ത് രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി. 5 മണിയൊന്നുമല്ല, 3 മണിയാകുമ്പോഴേ ഞാൻ ഉണരും. പിന്നെ എനിക്ക് അലാമിൻ്റെ ആവശ്യമില്ലാതായി. എനിക്ക് രാവിലെ എണ്ണീറ്റാൽ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി ഡെയിലി ബ്രെഡ് കണ്ട് അത്രയും ചെയ്ത് കഴിഞ്ഞാലും പോയി കിടന്നാലും എനിക്ക് ഉറക്കം വരത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ഡയറികളിൽ എഴുതുമായിരുന്നു, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഞാൻ അത് എഴുതി എൻ്റെ ഡയറി തീർത്തു. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലമാണ്. അതെല്ലാം ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം അതെല്ലാം എനിക്ക് അത്ഭുതം എനിക്ക് തന്നു. എനിക്ക് സിസേറിയൻ ആയിരുന്നു. ഞാൻ സിസേറിയന് കയറിയ സമയത്തും ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശി രൂപവും കൊന്തയും കൈ പിടിച്ചാണ് ഞാൻ സർജറിക്ക് കയറിയത്. അതുപോലെ ഞാൻ സ്കാനിങ്ങിനൊക്കെ പോകുമ്പം മാതാവിൻ്റെ കാശി രൂപം എൻ്റെ ശരീരത്തിൽ ഞാൻ കുത്തിവെക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, എല്ലാം പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ സ്കാനിങ് റൂമിൽ കിടന്നുകൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. ദൈവനാമം ഇനിയും മഹത്വപ്പെടട്ടെ. അനേകായിരങ്ങൾക്ക് ഈ കൃപാസന മാതാവിലൂടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. 102 സങ്കീർത്തനം 18 തിരുവചനം. ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ. പരിശുദ്ധ ദൈവമാതാവ് ജിജോയുടെയും കുടുംബത്തിൽ അനുവദിച്ച മാധ്യസ്ഥം അപേക്ഷിച്ച ഒരു വലിയ
പ്രത്യക്ഷീകരണ സാക്ഷ്യമാണിത്. 12 വർഷത്തോളം ഇവർ ഏറ്റവും പോസിബിളായിട്ടുള്ള ഇൻ്റർനാഷണൽ വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റിനും പോയിട്ടാണ് അവിടെയെല്ലാം അവർ വളരെ നിരാശയോടെ മടങ്ങി. അവസാനം പരിശുദ്ധ അമ്മയുടെ തിരുനടയിലെ വിശുദ്ധ തൈലത്തിൽ നിന്ന്, ഉടമ്പടിയിൽ നിന്നാണ് അവർക്ക് ഒരു വലിയ ഉത്തരം, അവർ ആഗ്രഹിച്ച ഉത്തരം അവർക്ക് ലഭിച്ചത്. ഈ മകൾ ഇവിടെ വന്ന് കണ്ടുമുട്ടിയ വ്യക്തി തന്നെ പറഞ്ഞു, നീ 3 മാസത്തിനകം നിനക്കൊരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കാനുള്ള സൗഭാഗ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിനക്കുണ്ടായിരിക്കും. ഈശോ നിനക്കായി ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കും. ഈ മകളുടെ ജീവിതത്തിൽ ഇവിടെ വന്നപ്പോൾ മുതൽ ഈ മകൾ പറയുകയായിരുന്നു, എല്ലാം ഇവിടെ വന്നതിന് 1 മാസത്തിനുള്ളിലാണ് എനിക്ക് എല്ലാ അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നത്. ജോസഫ് അച്ഛനെ സ്വപ്നം കാണുവാനും അച്ഛനെ ഒന്ന് തൊടാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരു കൈവെപ്പ് ശുശ്രൂഷ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ തന്നെ സ്വപ്നത്തിൽ വന്ന് എനിക്ക് ആശ്വാസം നൽകുകയും നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് ഉള്ള ഒരു സ്വപ്ന ദർശനം ഈ മകൾക്കുണ്ടായി. അതുപോലെ തന്നെ തിരിയിൽ ഒരു വലിയ വാഗ്ദാനമായി പൂക്കൾ വിരിഞ്ഞു കാണാനുള്ള സൗഭാഗ്യമുണ്ടായി. ഇവർ എത്തിച്ചേരാത്ത യാതൊരു ട്രീറ്റ്മെൻറ്റുകളുമില്ല. അതെല്ലാം ഫെയിലായപ്പോഴാണ്, എല്ലാ മെറിറ്റും നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു മെറിറ്റും വർക്ക് ചെയ്യില്ല എന്ന ഒരു വലിയ സത്യം മനസ്സിലായപ്പോഴാണ് കൃപ അവരിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. മെറിറ്റ് 0 ആയാൽ മാത്രമേ അവിടെ കൃപയ്ക്ക് സ്ഥാനമുള്ളൂ എന്ന് പറയുന്നു. നാം വായിച്ചെടുക്കുന്ന പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ ഏറ്റുപറഞ്ഞപ്പോഴാണ് ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ സ്ഥാനം കൊടുക്കുവാനായി ദൈവപിതാവ് കനിഞ്ഞിറങ്ങുന്നത്. ഒരു അമ്മയുടെ ഒരു യെസ്, അതായത് അവിടുത്തെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ പാടുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. ഒരു വലിയ സാധ്യതകൾക്ക് അമ്മ യെസ് പറയുന്നത് ഞാനൊരു വിനീത ദാസിയാണെന്ന് ഏറ്റു പറഞ്ഞപ്പോഴാണ്. അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ദൈവവചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. അവിടുത്തെ ആ ഒരു സ്നേഹത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി നമ്മെ തിരഞ്ഞെടുത്ത് നമുക്ക് നൽകുന്ന വലിയ ജീവിതാനുഭവങ്ങളാണ് കുഞ്ഞ്, വീട്, വിവാഹം, നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും, പ്രതികൂല സാഹചര്യങ്ങളിലുള്ള എല്ലാ പിന്തുണയും നമുക്ക് പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഉടമ്പടി ഉറപ്പാണ്. മാർത്തോമാ വിശ്വാസികളായി ഇവർക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശുദ്ധ അമ്മയെ എപ്പോഴും ചേർത്ത് പിടിക്കുവാനുള്ള വലിയ ഒരു അനുഗ്രഹം ഇവർക്ക് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, പ്രഗ്നൻസി ടൈമിൽ ഒരിക്കലും നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മുടെ മക്കളെല്ലാം ഭയപ്പെടുത്തുന്നതാണ്, നീ ഉപ്പ് കഴിക്കരുത് കാരണം നിൻ്റെ BP കൂടും. പക്ഷേ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ അതൊരു വെറും ഉപ്പല്ല, അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. അതൊരു നീരാജനമാണ്. ദൈവത്തിന് നൽകുന്നതെല്ലാം വിശുദ്ധമായി നമുക്ക് തിരിച്ചു നൽകുന്നതാണെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ്. ബ്ലഡ് പ്രഷർ കൂടിയപ്പോൾ ഇവിടുത്തെ വിശുദ്ധ വസ്തുവായ ഉപ്പ് കഴിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ വളരെ വിശുദ്ധമാണെന്ന് ഏറ്റുപറയാൻ മാത്രം ഉടമ്പടി അവരെ സഹായിച്ചിരിക്കുകയാണ്. നമുക്കെപ്പോഴും നേർച്ച വസ്തുക്കളോടും ഇവിടേക്ക് കയറി വരുമ്പോഴും നമ്മുടെ ചെരുപ്പുകൾ നമുക്ക് എപ്പോഴും ശുശ്രൂഷകരിലൂടെയും മറ്റുള്ള വ്യക്തികളിലൂടെയും ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സുഗന്ധാഭിഷേകം, നമുക്ക് ലഭിക്കുന്ന വലിയ മുന്നറിയിപ്പുകൾ, ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ പറയുന്ന വാക്കുകളിൽ നിന്നെല്ലാം പരിശുദ്ധമ്മ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉടമ്പടിയിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം, പ്രത്യാശയുള്ളവരായിരിക്കാം. ജിജോയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, കുഞ്ഞിന് ലഭിച്ച പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.